Consider the following statements. P. Mutation testing introduces small code changes. Q. Boundary value analysis targets edges of equivalence class. R. Path coverage guarantee freedom from all logical errors. Which of the above statements are true? ഇവിടെ മ്യൂട്ടേഷൻ ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഈ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് എന്നത് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇതിൽ സ്മോൾ ചേഞ്ചസിന് പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ. അത് മനഃപൂർവ്വം സോഴ്സ് കോഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഇത് ടെസ്റ്റ് കേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു A ഗ്രേറ്റർ ദാൻ B എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മ്യൂട്ടേഷൻ A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ഈക്വൽ ടു എന്നുള്ള മ്യൂട്ടേഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ടെസ്റ്റ് സ്യൂട്ട് അത് ചേഞ്ച് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മ്യൂട്ടൻ്റ് കിൽഡ് ആണെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആണ്. ഇനി Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ടാർഗറ്റ് എഡ്ജസ് ഓഫ് ഇക്വലൻസ് ക്ലാസ്സസ് എന്നാണ്. അപ്പോൾ അവിടെ ഈ എറേഴ്സ് കൂടുതലും നടക്കുക എഡ്ജസിലാണ്. അപ്പോൾ ബൗണ്ടറി വാല്യൂ അനാലിസിസ് ടാർഗറ്റ് ചെയ്യുന്നത് എഡ്ജസിലേക്കാണ് ഒരു ഇക്വലൻസ് ക്ലാസ്സസിൻ്റെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 to 100 വരെയാണ് ഒരു ഇക്വലൻസ് ക്ലാസ്സിൻ്റെ ബൗണ്ടറി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബൗണ്ടറി വാല്യൂസ് സെറ്റ് ചെയ്യുക 0, 1, 2, 99, 100, 101 അങ്ങനെയാണ് ആ ബൗണ്ടറീസ് വാല്യൂസ് സെറ്റ് ചെയ്യുക. അതുകൊണ്ട് ബൗണ്ടറി വാല്യൂ അനാലിസിസിനെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൂ ആണ്. ഇനി R. പാത്ത് കവറേജ് ഗ്യാരണ്ടി ഫ്രീഡം ഫ്രം ഓൾ ലോജിക്കൽ എറേഴ്സ്. നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല, അത് ഫോൾസ് ആണ്. കാരണം 100% പാത്ത് കവറേജ് ചെയ്താലും ഒരു ലോജിക് എറർ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ ലോജിക് എറേഴ്സ് പിന്നെ ഉണ്ടാവാം. പിന്നെ റിക്വയർമെൻറ്റ്സ് മിസ് ചെയ്തിട്ടുള്ള എറേഴ്സ് അതിൽ ഡിറ്റക്റ്റ് ആവില്ല. പിന്നെ ചില കോമ്പിനേഷൻസ് അതേപോലെ കണ്ടീഷൻസിൽ പിന്നെയും ബഗ് വരാം. അതുകൊണ്ട് ആൻസർ വരുന്നത് P and Q ആണ്.